അപ്പോൾ അച്ഛന്മാർ എല്ലാവർക്കും എൻ്റെ ഈ പുതിയൊരു എപ്പിസോഡിലേക്ക് സാധനം കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ലോക്ക് സീസൺ 2 എപ്പിസോഡ് 14. ശരിക്കും ഇതൊരു എപ്പിസോഡൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു ആബ്സലൂട്ട് സിനിമയാണ്. അങ്ങനെയാണ് അവരിത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ. ഓ, എന്തായാലും ഇത്ര എപ്പിസോഡിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ, അവർ ഇതിലങ്ങ് തീർത്തു തന്നു മൊത്തമായി എപ്പിസോഡ്. പറയാനില്ല, എന്ന് ഞാൻ എന്ത് കാണിച്ചു വെക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ കുറേ കോപ്പിറൈറ്റ് ചെയ്യാൻ മേടിച്ചു വെക്കും, അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഏത് ആനിമേ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോളൊക്കെ ഇട്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് ഏതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആനിമേ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഉടനെ അറിയിക്കും. ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്ത ആനിമയും ഒന്ന് ഞാൻ ചൂസ് ചെയ്ത ആനിമയും. അപ്പം ഇതെന്തായാലും ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ നിർത്തും. അതുകൂടാതെ എനിക്ക് സക്കമോട്ടോ ഡേയ്സും സോളോ ലെവലിങ്ങും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അവന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടിക്ക് പോകുന്നില്ല, അവൻ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ വെച്ചേക്കുക. പിന്നെ ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചാനലാണ്. ഇത് ശരിയും പറഞ്ഞാൽ ബ്ലോഗും ഫുഡും പിന്നെ കൊച്ചു തമാശകൾ നിറഞ്ഞൊരു ചെറിയൊരു അടിപൊളി ചാനൽ. ശരിക്കും പറയാൻ നിങ്ങൾക്ക് ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ചാനൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ ഇവൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടാവേ, പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അവനെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കിടക്കാം. സോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹൈറേഡയിലെത്തുമ്പോൾ ഹൈറേ ആണെങ്കിൽ ബോളും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ പുറയിൽ നിന്നോ വരുന്നതായിട്ട് തോന്നി. അത് നമ്മുടെ റിന്നായിരുന്നു, ഫ്ലോ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. അവനാണെങ്കിൽ വന്ന് നമ്മുടെ ഹൈറേഡയിൽ നിന്ന് തന്നെ ബോൾ തട്ടിപ്പറിച്ചു. ഇതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ട് നമ്മുടെ റിൻ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇസായി എടുത്തുകൊണ്ട് പറയും, റിൻ ബാ നമുക്ക് നമ്മുടെ പഴയ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഇത് കേട്ട പോലും നമ്മുടെ റിൻ അടിക്കാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിൻ പോയി. അതിന് ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് ഡിഫൻഡർ നമ്മുടെ റിൻ എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്നെ താണ്ടി കാണിക്കണമെന്ന് പറഞ്ഞു. അതിന് റിം പറഞ്ഞു, ഹോ നിൻ്റെ എബിലിറ്റി എന്താ, സ്പീഡല്ലേ, കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിൻ അവനോട് വന്ന് ബോൾ എടുക്കാൻ പറഞ്ഞു. അവൻ ബോൾ എടുക്കാൻ വന്നപ്പോൾ അവൻ്റെ കാലിനിടയിൽ കൂടെ തന്നെ ബോൾ ഇട്ടിട്ട് അവൻ്റെ സൈഡിൽ കൂടെ തന്നെ ഓടിക്കടന്നു. ഇത് കണ്ടപ്പോൾ അവൻ ഫുള്ളി ക്രഷ്ഡായിപ്പോയി. അതിനുശേഷം അവൻ്റെ ഫ്രണ്ടിലേക്ക് വേറെ എടുത്തും വന്നു ഡിഫൻഡർ. അവനെ ആണെങ്കിൽ ഈസി ആയിട്ട് തോപ്പിച്ചു നമ്മുടെ ധാരായിയെ. അവൻ്റെ മൂവിട്ട് തന്നെ അവനെ ക്രഷ് ചെയ്തു. അതിനുശേഷം നമ്മുടെ യു20യുടെ ഗാർഡ് ഡോഗ് അവൻ്റെ നേരെ വന്നു. അവൻ്റെ പവർ എന്ന് പറയുന്നത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണല്ലോ. അതിന് നമ്മുടെ റിൻ എന്ത് ചെയ്തു, ഒന്ന് സ്ലോ ആയിട്ട് കുഴിഞ്ഞു. അപ്പം തന്നെ ആ ഫോഴ്സിൽ വന്ന് അവൻ എന്ത് ചെയ്തു, റിൻ്റെ മണ്ടയ്ക്കൂടെ പോയിട്ട് അപ്പുറത്ത് വീണു. അവനെ അവൻ്റെ സ്ട്രെങ്ത് ഇട്ട് തന്നെ നമ്മുടെ റിൻ തോപ്പിച്ചു. അതിനുശേഷം എല്ലാം കണ്ടോടി നമ്മുടെ ഈഗോ പറഞ്ഞു, ഒടുവിൽ ആ സമയം ആയിരിക്കുന്നു. റിൻ ഫൈനലി അവൻ്റെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി. പോയി കലക്കിയിട്ട് വാടാ എൻ്റെ മാഡ് മാൻ എന്ന് പറയും. അതിനുശേഷം നമ്മുടെ റിൻ ഐക്യുവിൻ്റെ ഫ്രണ്ടിലേക്ക് അയക്കും വരുന്നത്, ദ വൺ ആൻഡ് ഓൺലി ലാസ്റ്റ് ഡിഫൻഡർ ഓഫ് U20. ഐക്യുവിനാണെങ്കിൽ അവൻ്റെ ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും. ഐക്യുവിനെ ഫ്ലോ സ്റ്റേറ്റിൽ വെച്ച് നമ്മുടെ റിൻ അനലൈസ് ചെയ്തിട്ട് നോക്കും പോസിബിലിറ്റീസിനെല്ലാം. ആ സമയത്താണ് നമ്മുടെ ഐക്യുവിനെ മനസ്സിലായി 0 പോസിബിലിറ്റീസ് ടു വിൻ. അവൻ ഏത് വരിയിലേക്ക് ഷോട്ട് ചെയ്യുമെന്ന് പോലും അവൻ്റെ ഫ്ലോ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഐക്യുവിന് പോലും പറയാൻ പറ്റുന്നില്ല. ആ സമയത്തായിരിക്കും നമ്മുടെ ഷിതു അങ്ങോട്ടേക്ക് വരുന്നത്. ഷിതു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, നിന്നെ അത്ര പെട്ടെന്നൊന്നും ഗോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ എന്ന് പറഞ്ഞ് അവൻ ഒരു വശത്തുനിന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യും. അപ്പം നമ്മുടെ ഐക്യുവിന് മനസ്സിലായി ഒരു 50% ചാൻസ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ റിന്നെ തടയാൻ വേണ്ടിയെന്ന്. പക്ഷേ നമ്മുടെ ഐക്യുവിനറിയാം ഐക്യു ഫെയിലായ കഴിഞ്ഞു, പിന്നെ ആ ഗോൾ കയറുമെന്നുള്ളത്. അങ്ങനെ ഐക്യു ആ ഒരു ചാൻസ് യൂസ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. ലൈഫ് ഓർ ഡെത്ത് എന്ന് പറയുന്ന മൂമെൻറ്റിൽ കൂടെ തന്നെ നമ്മുടെ ഐക്യു ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ ഐക്യു രണ്ടും കളിപ്പിച്ച് അവൻ ഫ്രണ്ടിലേക്ക് നീങ്ങി. അവൻ അപ്പോൾ എന്ത് പറ്റിയാൽ തടങ്ങിയെന്ന് പറഞ്ഞ് അവൻ ഇരിക്കത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ റിൻ്റെ പുറകിൽ നിന്ന് ഇസാഗി വരുന്നു. ഇസാഗിയോട് പറയും, റിൻ എനിക്ക് ബോൾ പാസ് ചെയ്യും, ഞാൻ സ്കോർ ചെയ്യാമെന്ന് പറയും. റിനാണെങ്കിൽ പാസ് ചെയ്യുന്നതിന് വരെ ഒരു ഫേക്ക് അടിക്കാൻ നോട്ട്. അതിനിട്ട് ഐക്യുവിൻ്റെ അപ്പുറത്തെ വശത്തൂടെ ഗോൾ സ്കോർ ചെയ്യാൻ നോക്കും. ഐക്യു ഫേക്ക് വീണു പോയെങ്കിലും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ റിൻ അടിക്കാൻ പോയ വശത്തേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ ആ സമയം കൊണ്ട് നമ്മുടെ റിൻ ഒരു ഷോട്ട് കൊടുക്കും ഗോൾ പോസ്റ്റിലേക്ക്. ആ ഗോളിൽ പോകുന്ന ബോളിൽ ചെറിയൊരു ടച്ച് നമ്മുടെ ഐക്യു കൊടുക്കും, ചെറിയൊരു ടച്ച്. അത് ഭാഗ്യം കൊണ്ട് ആ പോസ്റ്റ് ഇടിച്ച് ഗോൾ കയറിയില്ല. എന്നിട്ട് നമ്മുടെ ആ ബോൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ സായിയുടെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് സായി പറയും, നീ ഇഫരും ഹാഫ് കുക്ക്ഡ് ആടാന്ന് പറയും. ഇതായിട്ട് നമ്മുടെ റിന്നാണെങ്കിൽ ഫുള്ളായിട്ട് ക്രഷ്ഡായി പോകും. അതിനുശേഷം നമ്മുടെ ഗെയിം ഫുൾ ഫിനിഷ് അവിടെ കൊണ്ട് തന്നെ. അപ്പോഴായിരിക്കും നമ്മുടെ റെഫറി കൊണ്ട് പറയുന്നത് അഡീഷണൽ ടൈം 1 മിനിറ്റ്. ഇത് കാണുമ്പോൾ ഫുൾ മാച്ച്, ഫുൾ ഗ്രൗണ്ട്, ഫുൾ ഓഡിയൻസ് എല്ലാം
തിരിച്ച് ജീവൻ വെച്ച പോലെയാവും. എല്ലാവരും ജപ്പാൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അലയ്ക്കാൻ തുടങ്ങും. ഫുൾ ചെയറിങ്, ഫുൾ സപ്പോർട്ട്, എല്ലാം അതിൻ്റെ മാക്സ് ലെവലായിരിക്കും. പ്ലെയേഴ്സും അവരുടെ സ്കിൽസും എല്ലാം അതിൻ്റെ മാക്സ് പൊട്ടൻഷ്യലിലെത്തി. സായുടെ ബോൾ കിട്ടാനായിട്ടാണെങ്കിൽ നമ്മുടെ ഷിതോ ആണെങ്കിൽ അവൻ്റെ ഡബിൾ വിങ്സും തുറന്നിട്ട് ഓപ്പോസിറ്റ് ടീമിലെ ഗോൾ പോസ്റ്റിലേക്ക് അവൻ ഓടുമായിരിക്കും. നമ്മുടെ സായി ആണെങ്കിലോ ഓരോരോ പ്ലേയേഴ്സിനെ വീതം താണ്ടിപ്പോയായിരുന്നു. ഇസാഗി, ബാറോ, നാഗി, ആരും അവൻ്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. എല്ലാവരും താണ്ടി അവൻ ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പരാ ഇസാഗിയാണെങ്കിൽ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എങ്ങനെ ഇത്തോഷി സായി ആ ഫുൾ ഗ്രൗണ്ടിൽ തന്നെ അവൻ്റെ പ്ലേ സ്റ്റൈലിൽ വെച്ച് ഡിസ്ട്രക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആണ്. അവൻ്റെ ഫ്രണ്ടിലേക്ക് അവൻ്റെ അനിയൻ അല്ല ബ്ലൂ ലോക്കിൻ്റെ നമ്പർ 1 പ്ലെയർ റീൻ നമ്മുടെ സായിയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് പറയും, ഞാൻ നിന്നെ തകർക്കുവിടാന്ന് പറയും. അത് കേട്ട് നമ്മുടെ സായി പറയും, എന്ത് നീയോ? നീ ഇപ്പോഴും നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് നീ ആ ഗോള് നീ കളഞ്ഞില്ലേടാ. നീ ഇപ്പോഴും ഹാഫ് കുക്ക്ഡാ. നീ എന്നെ നീ തകർക്കുമെന്നോ? നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാൽ വീട്ടിൽ പോയിരിക്കാൻ. അപ്പം നിനക്കതല്ല, വീട്ടിൽ നിന്ന് നീ മര്യാദയ്ക്ക് ചത്തേനെ. ഇതാകുമ്പോൾ ഞാൻ നിന്നെ അടിച്ചടിച്ച് കൊല്ലണമല്ലോ. നിനക്ക് അഹങ്കാരം, നിനക്ക് എന്നെ തോൽപ്പിക്കണം, നിനക്ക് എന്നെ മറിക്കണം, എന്നെ ഡിസ്ട്രോയ് ചെയ്യണോ പറഞ്ഞ് എഴുന്നള്ളിക്കോളും ഹാഫ് കുക്ക്ഡ്. നീ എപ്പോഴും എന്നെ റീസൺ വെച്ചല്ലടാ നീ ഫുട്ബോൾ കളിക്കുന്നത്. ഞാനില്ലായിരുന്നെ നീ എങ്ങനെ ഫുട്ബോൾ കളിച്ചേനെടാ? നീ എൻ്റെ വളരുന്ന, എൻ്റെ ഷാഡോയിൽ വളരുന്ന വെറും ഒരു ട്രാഷാടാ നീ എന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ റിന്ന് പെട്ടെന്ന് അവൻ്റെ ലൈഫെല്ലാം ഒന്ന് ഫ്ലാഷ് ബാക്ക് ആവാൻ തുടങ്ങും അവൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ. എന്നിട്ട് അവൻ പറയും, മതി, ഞാൻ മടുത്തു. എനിക്കൊരുത്തന്നെ ഫ്രണ്ടാവണ്ട, എനിക്കൊരുത്തന്നെ അനിയനാവണ്ട, എനിക്കൊരുത്തന്നെ റൈവലും ആവണ്ട, എനിക്കൊരുത്തൻ്റെ ഹീറോയും ആവണ്ട, എനിക്കൊരു ജീനിയസ് ആയിട്ടുള്ള ബ്രദർ ആവണ്ട, എനിക്കൊരു ജീനിയസ് ആയിട്ടുള്ള ചേട്ടൻ്റെ അനിയനും ആവണ്ട, എനിക്കൊരു അനിയന് ചേട്ടനോ ആരും എനിക്കിനി ലോകത്തില്ല. ഞാനിനി ഇത്തോഷി സായിയുടെ അനിയനല്ല, ഞാനൊരു ഈഗോയിസ്റ്റാ, ഞാനിനി ഒരു സ്ട്രൈക്കറാ എന്ന് പറഞ്ഞ് അവൻ്റെ ചുറ്റിനുമുള്ള ഓരോ മോൺസ്റ്റേഴ്സ് അവനെ വലിഞ്ഞ് കെട്ടുന്നുണ്ടാവും. അതിനെയെല്ലാം വലിച്ച് മുറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ റിൻ പുറത്തേക്ക് വരും, ഒരു സോംബി ആയിട്ടുള്ള റിൻ പോലെ. എന്നിട്ട് അവർ തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ടാവും. まだその顔できんじゃねえか。こまで君を動かすの。うるせえよ天才、今いいとこなんだよ。
അങ്ങനെ മാച്ച് കളിക്കാൻ വന്നതിൽ കുറേ പ്ലേയേഴ്സ് നമ്മൾ ഇസാഗിയെ വന്ന് പുകഴ്ത്തുകയും അടിപൊളി കളിയാന്നൊക്കെ പറയും. അതിൽ ഒരാളായിരുന്നു ഐക്യു കണ്ട് പറയും, നീ പൊളിയായിരുന്നടാ, നിൻ്റെ ലാസ്റ്റ് ഗോൾ അത് പെർഫെക്റ്റ് ആയിരുന്നു പറഞ്ഞു. അതിന് ഇസാഗി പറയും, അല്ല, ആ ഗോളിലേക്ക് അടിക്കാൻ പറ്റിയ റിൻ്റെ സഹായത്തോടാ, റിന്നില്ലായിരുന്നു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതിന് ഐക്യു പറയും, ആ സത്യമാ, ഞങ്ങളെല്ലാം റിന്നിനെ കുറേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിനക്ക് ആ ഗോൾ കിട്ടിയത്. പക്ഷേ നിൻ്റെ പൊസിഷനും നിൻ്റെ ലെക്കും അത് രണ്ടും പെർഫെക്റ്റ് ആയിരുന്നു, നിനക്ക് ഗോളിലേക്ക് അതുകൊണ്ട് പോകാൻ പറ്റി. എന്തായാലും ഈ കാര്യം എനിക്ക് സമ്മതിച്ചേ പറ്റൂ. ഞങ്ങൾ തോറ്റു, നീ ജയിച്ചിരിക്കുന്നു, ബ്ലൂ ലോക്ക് വിൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഐക്യു ഇസാഗിക്ക് ഷേക്കാനും കൊടുത്തു. ഇത് ദൂരെ നിന്ന് നമ്മുടെ സായി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സായി എൻ്ററിൻ്റെ അടുത്തെന്ന് പറയും, ഒരു പക്ഷേ ഞാൻ തെറ്റായിരുന്നു. ജപ്പാൻ ഇപ്പോഴും ഒരു നല്ലൊരു സ്ട്രൈക്കറിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ നല്ലോണം സന്തോഷിക്കും, റിന്നെക്കുറിച്ച് പൊക്കി പറയാനുള്ളൂ എന്നോർത്ത്. റിന്ന് പെട്ടെന്ന് അവസാനം അവൻ്റെ ചേട്ടൻ അവൻ്റെ കഴിവിനെയും ടാലൻസിനെയും മനസ്സിലായല്ലോ എന്നോർത്ത്. അപ്പോഴായിരിക്കും സായി പറയുന്നത്, അതെ, ആ സ്ട്രൈക്കർ എന്തായാലും ഇസാഗി യോയിച്ചിയായിരിക്കും എന്ന് പറയും. ഇത് കേട്ടപാടെ ജപ്പാനിലെ നല്ല സ്ട്രൈക്കറാണുള്ള ടാലൻറ്റ് അവനാണുള്ള കേട്ടപാടെ നമ്മുടെ റിന്നങ്ങ് തകർന്നു പോകും. അവൻ്റെ മുകളിലൊരു ഇടിമിന്നൽ വെട്ടിയ പോലെ ആയിപ്പോവും. എന്നിട്ട് നമ്മുടെ സായി നടന്നു പോകും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളി മാങ്കാ റീഡേഴ്സിനും അറിയാം. സായി മനസ്സിൽ പറയും, ഐ ആം പ്രൗഡ് ഓഫ് യു റിൻ എന്ന് പറയും. ആ കാര്യം നമ്മുടെ റിന്നെ കാണിക്കത്തില്ല. കാരണം ഇതിലും വാശിയായിട്ട് അവൻ കളിച്ച് ഇതിലും നല്ലൊരു സ്ട്രൈക്കർ അവനാണോ എന്നുള്ള കാര്യം നമ്മുടെ സായിയുടെയും കൂടെ ഒരു വാശിയാണ്. അതിനുശേഷം നമ്മൾ ഇസാഗി ഇൻ്റർവ്യൂവിലേക്ക് തള്ളി വിടും. അതിനുശേഷം നമ്മൾ ഇസാഗി അവിടെ വന്ന പാടെ തന്നെ ഒരാൾ ചോദിക്കും, ഇസാഗിയുടെ ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലും ഭയങ്കര ലെക്കും വൈസ് കിട്ടിയ ഒരു ഗോളല്ലേ, നിങ്ങളല്ലേ ബ്ലൂ ലോക്കിനെ ജയിപ്പിച്ചേ, ഇനി നിങ്ങളുടെ അടുത്ത ഇൻസ്പിറേഷൻ എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്പിറേഷൻ എന്താ, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താ, എന്തിനാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഇസാഗിയോട് ചോദിക്കും. അതിന് ഇസാഗി ഒന്ന് ആലോചിക്കും. അവൻ്റെ ഇതിനു മുമ്പത്തെ ഫുട്ബോൾ കരിയറുകളും അവൻ്റെ തോൽവികളും അവൻ്റെ എല്ലാ ജീവിതത്തിന് മുമ്പ് ഇതിനു മുമ്പ് നടന്ന എല്ലാ കാര്യം പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു ഫ്ലാഷ് പോലെ വരും. എന്നിട്ട് അവനെ പോസ് എടുക്കും. എന്നിട്ട് നേരെ അവൻ പറയും, വേൾഡ് കപ്പാണ് ഞങ്ങൾക്ക് വേണ്ടേ, അടുത്ത വേൾഡ് കപ്പ് ബ്ലൂ ലോക്കിൻ്റെ ആയിരിക്കും, ആ ടീമിനെ നയിക്കുന്നത് ഞാനായിരിക്കും എന്ന് അത്രയും പേരെ മുമ്പേ നമ്മൾ ഇസാഗി ഒച്ചത്തി വിളിച്ച് പറയും. അത് കേട്ടപ്പോൾ നമ്മുടെ ഫാൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് പവർഡ് അപ്പായി. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ബ്ലൂ ലോക്കും ജപ്പാൻ U20 ടീമും ഓഡിയൻസിന് മുമ്പേ അവരുടെ താങ്ക്സ് അറിയിക്കുന്നതിനാണ്. നമ്മളെ കാണിക്കുന്നത് ഡ്രസ്സിങ് റൂമാണ് ബ്ലൂ ലോക്കിൻ്റെ. അവിടെയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടും ഇങ്ങനെ അങ്ങോട്ടോട്ട് സന്തോഷം ആഘോഷം നടക്കുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈഗോരുമായിട്ട് എല്ലാവരെയും കൺഗ്രാറ്റ്സ് ചെയ്യും. എന്നിട്ട് പറയും, ഇന്ന് നിങ്ങളൊരു അടിപൊളി പെർഫോമൻസ് തന്നെ ചെയ്തത്, നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലും എത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്നുള്ള ഈ ഒരു ഗെയിമിൽ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളിതുവരെ ബിഗിനിങ് ലെവൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഇനിയാണ് ശരിക്കുള്ള ഗെയിമുകൾ വരാൻ പോകുന്നതും നിങ്ങൾ ഇനിയും പാടുപെടാൻ പോകുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ജപ്പാന് വേണ്ടിയുള്ള ആ സ്ട്രൈക്കറിനെ, വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കറിനെ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് തരാം, അടുത്ത വേൾഡ് കപ്പിനെ നേടുന്നവനും അവൻ തന്നെ ആയിരിക്കും, ഈ ടീമിനെ നയിക്കുന്നവനും അവൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒന്നുകൂടെ കൺഗ്രാറ്റ്സ് ചെയ്തിട്ട് ഈഗോ പോവും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഇസാഗിയാണ് നമ്മളെ റിന്നെ കാണാൻ വരും. എന്നിട്ട് പറയും, റെയിൻ, എനിക്കറിയാം നിങ്ങൾ വിഷമത്തിലിരിക്കുന്നതെന്ന്, പക്ഷേ ഞാനടിച്ച ആ ഗോള് അത് നീ ഉള്ളതുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റിയേ. തോഷിസായിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയറേ ഉള്ളൂ, അത് നീയാ. ഞാൻ വിചാരിച്ചു നിന്നെക്കൊണ്ട് എന്തായാലും കഴിയുമെന്ന്. പിന്നെ ഞാൻ കറക്റ്റ് പൊസിഷനിലും എൻ്റെ ഭാഗ്യം എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഗോള് കിട്ടിയത്. പക്ഷേ ആ ഗോള് ശരിക്കും എനിക്ക് നിനക്കും കൂടെ ഉള്ളതാണ്. ഇത്രയുമായിട്ട് നമ്മൾ ഇസാക്കി അവിടെ നിന്ന് പോകുമ്പോൾ റെയിനായിട്ട് പറയും, നീ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല, ഇനിയും തൊട്ട് നീ ആയിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റൈവൽ. നിന്നെ നശിപ്പിക്കാൻ ഞാൻ ലോകത്തിൻ്റെ ഏതറ്റത്തും ഞാൻ പോവും. ഇസാഗി യോയിച്ചി. അതിന് ഇസാഗി തിരിച്ചു പറയും, ശരി, നോക്കട്ടെ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. もう嫌だ。この憤りを信じろ。破壊衝動に身を委ねろ。俺は
俺だ。俺はエゴイスト。愛しいんだ。俺はストライカーだ。അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ഈഗോ ആയിരിക്കും. ഈഗോയും വേറെ കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ ഫ്യൂട്ടേജസ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരെല്ലാം ആണെങ്കിൽ ഈ മാച്ച് കണ്ടിട്ട് എല്ലാവരും നമ്മുടെ ബ്ലൂ ലോക്കിനോടും ഈഗോയുടെ മെത്തേഡ്സിനോട് എഗ്രി ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈഗോ പറയും, ഇനിയും ബ്ലൂ ലോക്ക് പ്രോജക്റ്റിൻ്റെ ഫേസ് 2ൻ്റെ സമയമാണ്. നിയോ ഈഗോയിസ്റ്റ് ലീഗ്. Hello, Blue Lock. അപ്പോൾ മച്ചന്മാർ, ഇതോടെ നമ്മുടെ ബ്ലൂ ലോക്ക് സീസൺ 2 ഇവിടെ കൊണ്ടാ തീരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാനെ കൊണ്ട് പറ്റുന്നൊരു പരമാവധി നിങ്ങളെല്ലാം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ അടുത്ത സീസൺ ഇറക്കുന്ന